ശരി, ഷാബു പ്രസാദ് നേരത്തെ വിരൽ ചൂണ്ടുന്നതാണ്, എന്തോ പറയാനുണ്ടായിരുന്നു? ഇല്ല, ഞാൻ പറഞ്ഞ ഇപ്പൊ ഇവിടെ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഇവിടെ രാജ്യത്ത് അടുത്ത 2029 തെരഞ്ഞെടുപ്പിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ വലിയൊരു ഭരണമാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. നരേന്ദ്രമോദിയും BJP ഒക്കെ തോൽക്കാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്കൊരു സംശയമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സിസ്റ്റത്തിലുള്ള അവരുടെ വിശ്വാസം തിരിച്ചു കിട്ടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാര്യം ഈ EVM, വോട്ട് ചോരി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഇപ്പൊ ഇല്ല. 2029 തീർച്ചയായും പൂർണ്ണമായും ഇവര് നല്ല ജനാധിപത്യപരമായ രീതിയിൽ EVM-ൽ കൂടെ തന്നെ ഇവർ നരേന്ദ്രമോദിയെ താഴെ ഇറക്കും. എന്തായാലും രാജ്യത്ത് ഇത്രയും കാലം പറഞ്ഞിരുന്ന പോലെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളിലുള്ള ഭരണഘടനാ സംവിധാനങ്ങളിലുള്ള വിശ്വാസം, കോടതിയിലൊക്കെയുള്ള വിശ്വാസം ജിൻഡോ ജോണിനും ജിൻഡോ ജോണിന്റെ പാർട്ടിക്കും ഇവിടെ എല്ലാവർക്കും തിരിച്ചു കിട്ടിയതിൽ വളരെ സന്തോഷം. അജിംസെ, ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ഷാബു പ്രസാദ് ഇപ്പോൾ നമ്മളിലാണ് അഭയം തേടിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ മുന്നണിയുടെയും പൗരബോധമുള്ള ജനാധിപത്യ വിശ്വാസികളുടെയും പുറകിൽ അഭയം തേടുകയാണ്. അത്രത്തോളം സങ്കടങ്ങൾ അദ്ദേഹത്തിന് ഈ സർക്കാരിൽ നിന്നുണ്ടാകും. അതുകൊണ്ട് നമ്മളോട് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നതാണ് നരേന്ദ്രമോദിയെ താഴെ ഇറക്കൂ എന്ന്. താഴെ ഇറക്കൂ എന്ന് അഭ്യർത്ഥിക്കുന്നതാണ്. ആ നിലവിളി നമ്മൾ കേൾക്കണം. ആ നിലവിളിക്ക്, ആ വലിയ വിലാപത്തിന് നമ്മൾ കാതുകൊടുക്കണം. ഷാബു പ്രസാദിനെ പോലെയുള്ള അർദ്ധസംഖികൾക്കും മുഴുവൻ സംഖികൾക്കും വേണ്ടിയിട്ട് നമ്മൾ ആ പോരാട്ടം നടത്തണം. അവർക്ക് പോലും നിലനിൽപ്പില്ലാത്ത ഈ രാജ്യത്ത്, ഗതികെട്ട് നിൽക്കുന്ന രാജ്യത്ത്, ആ രാജ്യത്ത് അവർക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ പോരാടേണ്ടത്.